ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ദുബായ് ഇപ്പം എത്രത്തോളം അതൊരു ഓപ്പൺ മൈൻഡഡ് രാജ്യമാണ്, അവിടെ ഒരു മൾട്ടിനാഷണൽസ് ആണെന്ന് പറഞ്ഞാലും ഇപ്പം ഈ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പോലെ ഈ ഒരു നമ്മൾ നന്നായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു സ്റ്റെയറോ അല്ലെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെ മലയാളികളുടെ അല്ല ഞാൻ ചോദിക്കുന്നത്, പൊതുവായിട്ട് അങ്ങനെ അവിടെ അങ്ങനെയൊന്നുമില്ല. ദുബായ് ഭയങ്കര നല്ല സിറ്റിയാണ്. അതേപോലെ തന്നെ അവിടെ ഒന്നാമത് നമ്മൾ ഇവിടെ നാട്ടിലാണ് അങ്ങനത്തെ കുറെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാർ. അവിടെ സത്യം പറഞ്ഞാൽ എല്ലാവരും ബിസി അല്ലേ, ബിസി ലൈഫ് അല്ലേ. ആർക്കും വേറൊരാളെ ലൈഫിലേക്കോ അല്ലെങ്കിൽ വേറൊരാളെ ഒരു ഇതിലേക്ക് കയറി വരാനുള്ള ഒരു സ്പേസോ ടൈമോ ഇല്ല അവിടെ. ഇപ്പൊ ഈവൻ ഞങ്ങൾ താമസിക്കുന്ന ദുബായിലെ ഫ്ലാറ്റിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ആരാന്ന് പോലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളൊരു 1 year 1.5 year ആയി അവിടെ താമസിക്കും. ഇതുവരെ അപ്പുറത്തെ ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അതിന്റെ ടൈം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ നാട്ടും പുറത്തും അല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിലൊക്കെയാണ് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. ദുബായിലൊന്നും അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതെന്താ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ കണ്ണെഴുതിയിരിക്കുന്ന ലിപ്സ്റ്റിക് അങ്ങനൊന്നും ചോദിക്കില്ല. അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് ദുബായിൽ നിന്ന് അങ്ങനെ ഒരു ബാഡ് ഇമേജ് ഉണ്ടായിട്ടില്ല. നാട്ടിൽ വരുമ്പോൾ എന്താ അവസ്ഥ? നാട്ടിൽ വരുമ്പോഴാണ് പണ്ടൊക്കെ കേട്ടോ, ഇപ്പൊ പിന്നെ അങ്ങനെയില്ല. പണ്ടൊക്കെ നാട്ടും പുറത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ജസ്റ്റ് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ടോ എന്തെങ്കിലും പർച്ചേസിന് വേണ്ടി പുറത്തിറങ്ങി തന്നെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര നോട്ടം, ഓരോ കൈ കൊണ്ടും കാലുകൊണ്ടുള്ള ആക്ഷൻസ്, അതൊക്കെ നമ്മളെ ഭയങ്കര എന്നെ പെട്ടെന്ന് അങ്ങ് ഫീൽ ചെയ്യുമായിരുന്നു എനിക്ക് പണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവരും അക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. പിന്നെ ഇപ്പൊ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി റിലേഷനായി അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നു, പെണ്ണും നടക്കുന്നു, ആൺകുട്ടികളും നടക്കുന്നു. അങ്ങനെ ആരും അങ്ങനെ ഇതാക്കുന്നില്ലല്ലോ. പണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഇത് എന്താണ് ഇവരെങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നു ആൾക്കാർ, ഓവർ ചിന്തിക്കും, ഇത് തെറ്റല്ലേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ എല്ലാവരും നല്ല ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അങ്ങനെ വരാറില്ല. സ്പെഷ്യലി ഈ ട്രാൻസ് റിലേഷൻഷിപ്സിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ പബ്ലിക്കാണ്. അല്ലെ, നിങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അതിൽ കമ്മ്യൂണിറ്റിയുടെ ഭയങ്കര. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പം ഗേ കപ്പിൾസ് ഉണ്ടാവാം, ട്രാൻസ് കപ്പിൾസ് ഉണ്ടാവാം. അപ്പം ഇവർ ഒരു പോയിന്റിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നു, പിന്നെ വേറൊരു പോയിന്റിൽ ഇവർ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് ഈ പബ്ലിക് കാണുമ്പോൾ ഇത് ഇവരുടെ വെറും തമാശ കളിയാണ്, ഇതൊന്നും ഒരിക്കലും ലാസ്റ്റ് ചെയ്യാനുള്ളതല്ല എന്ന് വളരെ മോശമായി ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. ഇവരെന്താ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ഒരു പ്രോപ്പർ സെക്ഷൽ റിലേഷൻ ഇവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുപോലെയുള്ള കമന്റ്സും അതുപോലെയുള്ള സിറ്റുവേഷൻസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരാളുടെ ലൈഫിലേക്ക് കയറുമ്പോൾ അയാളുടെ ലൈഫും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരിക്കലും ലൈഫ് ഒരു തമാശയായിട്ട് കാണാതിരിക്കുക. പലപ്പോഴും പല ആൾക്കാരും ലൈഫ് തമാശയായി കാണുന്നതുകൊണ്ടാണ് പകുതിയിൽ അത് മുറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആവുന്നത്. ലൈഫ് വളരെ കാര്യബോധമായിട്ട് അവരാരെ കാര്യത്തിലും നമ്മളെയും സ്നേഹിക്കണം. ഇവരെ മാത്രമല്ല, നമ്മളെയും സ്നേഹിക്കണം. ഇവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ ഇവർ ഓൾറെഡി ഇവർക്കുള്ള പ്രാർത്ഥനകളും ഇവർക്കുള്ള ഒരു സ്പേസും കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഈവൻ ഞാനും ആണെന്നുണ്ടെങ്കിൽ ജോബും കഴിഞ്ഞിട്ട് ആഷി ബിസിയാണ്, ഞാനും എൻ്റെ വർക്കും കഴിയാനായിട്ട് ഓൺലൈൻ വർക്കും കഴിയാനായിട്ട് ഞാനും ബിസിയാണ്. പിന്നെ വീട്ടിൽ വരുമ്പോൾ നേരത്തെ വീട്ടിൽ വരണമെന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ എനിക്ക്. ഒരുപാട് ലേറ്റായിട്ട് വരരുത്, നേരത്തെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം സംസാരിക്കും, അങ്ങനെയൊക്കെ തന്നെ. ഈ ആഷി ഫേസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഒരുപാടാണ്. ഇപ്പൊ ആഷിയെ ബൈ ഫിസിക്കലി ഓൾസോ ഇസ് എ വെരി മാൻലി ഗൈ ആണ്. അപ്പോൾ പലരും പെൺകുട്ടികൾ അപ്രോച്ച് ചെയ്യാം, മെസ്സേജ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരാൾ ജാസി ചൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫേസ് ചെയ്യേണ്ടി വന്ന ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ആഷിക്ക് ഓൾറെഡി പെൺകുട്ടികൾ മെസ്സേജ് അയക്കുമായിരുന്നു, ജാസിനെ ഒരുപാട് മെസ്സേജ് വരും, ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ നല്ല അടിപൊളി ആളല്ലേ, നല്ല താടിയല്ലേ, നിങ്ങൾ സൂപ്പർ ആളല്ലേ കാണാൻ, ജാസിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ലൈഫ് തരാം. അപ്പൊ ഞാൻ നല്ല തെറി പറയൂല. ആഷിക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ണിന്റെ ഈ ഭാഗം വരെ താടി വരും, ഭയങ്കര താടിയാണ്. അപ്പൊ ഇവൻ ഞങ്ങൾ പെർഫ്യൂം ഷോപ്പാണ്. അപ്പൊ അവിടെ വന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഈ താടില്ലാത്ത ആണുങ്ങൾ ഉണ്ടാവും, ആൺകുട്ടികൾ വരുമല്ലോ. അപ്പൊ പറയും, അയ്യോ ആഷിയുടെ പോലെ താടി വേണം, എന്താ ചെയ്യാ. അത് കുറെ നിരന്തരം കേട്ട് അവസാനം ഞങ്ങൾ ഒരു ബിയർഡ് ഓയിൽ അങ്ങ് ഇറക്കി. പേരില് ഒരു അത് അൽക്കമി അങ്ങനെ അത് ഇറക്കി ഞങ്ങള്. അപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ ജാസി? ഞാൻ ഭയങ്കര സത്യമായിട്ടും. ഇവൻ ആശുവാണോ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ആവശ്യങ്ങളുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കാണിക്കുള്ളൂ. ശിവനാണല്ലോ എല്ലാ കാര്യത്തിലും കാണിക്കും. ആഷിക്ക് എങ്ങനെ ഈ ഡ്രസ്സിങ് ആശ അങ്ങനെയൊക്കെ പറയുള്ളൂ, ഒരു ഓവർ ടൈറ്റ് ഡ്രസ് ഒന്നും ഇല്ല. എല്ലാ ട്രാൻസിനും നമ്മൾ കണ്ടായിരുന്നു ഹോട്ട് ഫിലിയനെ കോസ്റ്റ്യൂംസ് അവർ യൂസ് ചെയ്യുള്ളൂ. ചില ട്രാൻസ്. അപ്പോ ആഷിക്ക് അങ്ങനെ ഓവർ ഡ്രസ്സിങ്. ടാറ്റു ഒരു മസ്റ്റ് ആണോ? ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവരും ടാറ്റു ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒന്നും ഞങ്ങൾ
എനിക്ക് ഇഷ്ടമില്ല. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഇവർക്ക് അങ്ങനത്തെ ഒരു ആഷിക്ക് ചോദിച്ചു നോക്കി ഞാൻ ഏത് ഡ്രസ് ഇട്ട് നടക്കാൻ ഇഷ്ടം. അപായൊക്കെ ആകുമ്പോ കണ്ണ് മാത്രമല്ലേ കാണുള്ളൂ. അതാണ് ഏറ്റവും ഇഷ്ടം. ഇവൻ ഞാനിപ്പോ കുറെ സാരി വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ, ഓൾമോസ്റ്റ് സാരി എങ്ങനെ എടുത്താലും കുറച്ച് വയറ് കാണും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അമ്മമാർ എടുക്കുന്ന പോലെ ഇവിടെ വെച്ച് പിന്നെ കുത്തണം. അപ്പോ എന്നോട് പുതിയ വീഡിയോസ് ഇട്ട് ആർക്ക് വേണ്ടി ഇട്ടതാണ് വയറ് കാണിച്ച് തോന്നുന്നു. അവൻ ഞാൻ പറയും നീ നിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് 2 അയച്ചിട്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് പറയും. അങ്ങനൊരു അഡ്ജസ്റ്റഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജേർണി. മീൻസ് ലൈക്ക് ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ആരാണ് ഫസ്റ്റ് കൺഫ്യൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടമാണ് എന്ന്? ആരാണ്? ഞാനാ പറഞ്ഞത് ഫസ്റ്റ്. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, എന്റെ വീട്ടിലെല്ലാം വരലുണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇവനക്ക് ഓൾറെഡി അന്ന് ആ സമയത്ത് ഒരു റിലേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറയായിരുന്നു ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്നൊക്കെ, ഫോട്ടോസ് കാണിച്ചു കുട്ടിയുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്കപ്പ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, കാരണം രണ്ടാളും ഒരേ വൈബാണ്. അപ്പൊ എനിക്ക് തോന്നി ഒരേ വൈബുള്ള ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ രസമല്ലേ, നല്ല കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ ഇവനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ എനിക്കും ഇഷ്ടമാണ്. ഇല്ല കട്ട് ചെയ്തു ഫോണ്. ഫോൺ കട്ട് ചെയ്ത് പറഞ്ഞു ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ, കാരണം ഇവൻ പക്ക ഒരു ഇതാണല്ലോ. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എനിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ ആൾക്കാർക്ക് നിങ്ങൾ ആസ് എ കപ്പിൾ കാണുമ്പോൾ അവർക്ക് പലർക്കും എന്താണ് നിങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര കുറെ കമന്റ്സ് ആയിട്ടൊക്കെ വരും. ഞാൻ കമന്റ്സ് കുറെ കണ്ടിരുന്നു. നിങ്ങൾ തമ്മിൽ കളിയാണോ? എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കളി കളിച്ചിട്ടില്ല, ഇതെന്താണ് കൊള്ളായിരുന്നു. അത് പിന്നെ ചോദിക്കും നിങ്ങൾ സെക്സ് എങ്ങനെയാണ്, നിങ്ങൾ ആഷി ഓക്കെ ആണോ, നിങ്ങൾ ആരാണ്, അങ്ങനെയൊക്കെ പറയും. പല കമന്റ്സ്, പ്രൈവറ്റ് കമന്റും വരും, നോർമലി അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വരും. ഒരു ലൈഫിൽ സെക്സ് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷെ അതിനായിട്ട് ഉപരി നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പിനെസ് ആണ്. അവിടെ സെക്സിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഹാപ്പിനെസ് ആണ്. ഇഷ്ടപ്പെടുന്ന ആൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു, നമ്മൾ പുറത്ത് പോകുന്നു, എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇവൻ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? പറയുന്നില്ല. ഇപ്പൊ ഈ ആസ് എ കമ്മ്യൂണിറ്റി, ഇപ്പം ഞാൻ പറയണം ഇപ്പോഴും അവള് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടിയാണ് കടന്നത്. എത്രത്തോളം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞാലും ഇങ്ങനെ ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ദുബായിലേക്ക് പോയത്? എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ വീട്ടിൽ കുറെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ദുബായിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അന്ന് സമയത്തൊന്നും ഞാൻ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇവിടുന്ന് മെഡിസിൻ കൊണ്ടുപോകും, ദുബായിൽ കഴിക്കും. അപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലേസറിന്റെ പെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോഴാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വ്യക്തികൾ എത്രത്തോളം പെയിൻ സഹിച്ചിട്ടാണ് ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു അവരോടൊന്നും കൂടെ. കാരണം ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം പെയിൻ സഹിച്ചിട്ടാണ്. ഇതിപ്പോൾ ഓൾറെഡി ചെറിയൊരു ലേസർ ട്രീറ്റ്മെന്റ് കേട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഓപ്പറേഷൻസ് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് വരുന്ന ഫുള്ളി പൂർണ്ണമായൊരു സ്ത്രീ ആയ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ എത്രത്തോളം വിഷമത്തിലൂടെയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു പീരിയഡ്സിലൂടെയാണ് പോയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം അവരുടെ റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രയും വേദന സഹിച്ചിട്ടാണ് അവർ ഒരു പെണ്ണായി മാറുന്നത്. അപ്പോൾ അവരൊക്കെ വീണ്ടും പോയിട്ട് 9 അല്ലെങ്കിൽ ചാന്ത് പൊട്ടാണ്, അല്ലെങ്കിൽ മറ്റതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ടീം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്.